ന്യൂസിലാൻഡിനെതിരെയുള്ള T20 പരമ്പര വിജയത്തോടെ തുടങ്ങി ടീം ഇന്ത്യ. ഏകദിന പരമ്പരയിലെ തോൽവിയുടെ ക്ഷീണം മാറ്റാൻ നാഗ്പൂരിലിറങ്ങിയ ഇന്ത്യ 48 റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത്. വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തുകയും ചെയ്തു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 238 റൺസ് എടുത്തു. മറുപടിയിൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എടുക്കാൻ മാത്രമാണ് ന്യൂസിലാൻഡിന് സാധിച്ചത്. 40 പന്തിൽ 78 റൺസ് അടിച്ച ഗ്ലെൻ ഫിലിപ്സാണ് കിവീസിൻ്റെ ടോപ്പ് സ്കോറർ. മാർക്ക് ചാപ്സൺ 24 പന്തിൽ 34-ഉം ഡാരി മിച്ചൽ 18 പന്തിൽ 28-ഉം റോബിൻസൺ 15 പന്തിൽ 21-ഉം എന്നിവരും ബാറ്റിങ്ങിൽ തിളങ്ങിയെങ്കിലും വിജയത്തിലെത്താൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ 1 റൺസ് എടുത്തപ്പോൾ തന്നെ ന്യൂസിലാൻഡിന് 2 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. അർഷദീപ് സിംഗിൻ്റെ ആദ്യ ഓവറിലെ 2ാമത്തെ പന്തിൽ ഡെവോൺ കോൺവേയും ഹാർദിക് പാണ്ഡ്യയുടെ 2ാം ഓവറിലെ 3ാം ബോളിൽ രജിൻ രവീന്ദ്രയും പുറത്തായി. ഓപ്പണർ ടീം റോബിൻസനോടൊപ്പം തന്നെ ഗ്ലെൻ ഫിലിപ്സും കൂടി ചേർന്നതോടെ കിവീസ് സ്കോർ ഉയർന്നത്. റൺസ് 52 കടന്നതിന് പിന്നാലെ ടീം റോബിൻസനെ വരുൺ ചക്രവർത്തി, ശിവൻ ദുബെയുടെ കൈകളിലെത്തിച്ചു. 29 പന്തുകളിൽ നിന്നാണ് ഗ്ലെൻ ഫിലിപ്സ് അർദ്ധ സെഞ്ചുറി നേടിയത്. അക്സർ പട്ടേലിൻ്റെ പന്തിൽ ശിവൻ ദുബെ ക്യാച്ചെടുത്ത് ഗ്ലെൻ ഫിലിപ്സ് പുറത്തായതോടെ ന്യൂസിലാൻഡ് സ്കോറിങ്ങിൻ്റെ വേഗത കുറഞ്ഞു. മധ്യനിരയിൽ മാർക്ക് ചാപ്സണും പിടിച്ചു നിന്നെങ്കിലും വലിയ സ്കോറിലെത്താൻ സാധിക്കാതെ പോയി. 39 റൺസ് അടിച്ച ചാപ്സനെ വരുൺ ചക്രവർത്തിയാണ് വീഴ്ത്തിയത്. അവസാന 3 ഓവറുകളിൽ 73 റൺസായിരുന്നു ന്യൂസിലാൻഡിന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ഡാരിൽ മിച്ചലും മിച്ചൽ സാൻഡനും ഗ്രീസിലുണ്ടായിട്ടും വലിയ വിജയലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ന്യൂസിലാൻഡിന് സാധിച്ചില്ലായിരുന്നു. അവസാന ഓവറിൽ ഡാരിൽ മിച്ചലിൻ്റെ ഉൾപ്പെടെ 2 വിക്കറ്റുകൾ വീഴ്ത്തിയ ശിവൻ ദുബെ ന്യൂസിലാൻഡിനെ 190 റൺസിൽ ഒതുക്കുകയായിരുന്നു. ഇന്ത്യക്കായി ശിവൻ ദുബെയും വരുൺ ചക്രവർത്തിയും 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഹർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവർക്ക് ഓരോ വിക്കറ്റുകൾ വീതമുണ്ട്. അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 35 പന്തുകൾ നേരിട്ട അഭിഷേക് 8 സിക്സറുകളും 5 ഫോറുകളും ഉൾപ്പെടെ 84 റൺസിനടുത്ത് പുറത്താകുകയായിരുന്നു. ഇപ്പോഴത്തെ T20യിൽ ഏറ്റവും ബെസ്റ്റ് സൈഡും ഈ ലോകകപ്പ് അടിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതും ഇന്ത്യക്കാണ് എന്നതാണ് സത്യം. കാരണം ഇപ്പോൾ പലരും ഫോമിലില്ലാഞ്ഞിട്ടും കൂടി ഇജാതി ഡോമിനേഷനാണ്. ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ടോപ്പ് പെർഫോമൻസ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് നമ്മുടെ അഭിഷേക് ശർമ്മയും വരുൺ ചക്രവർത്തിയുമാണ്. നമ്മുടെ നമ്പർ 1 ബാറ്ററും ബോളറുമാണ്. ഏതൊരു ടീമിനെതിരെയും ഇവരുണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് ആണ്. അഭിഷേക് ആണെങ്കിൽ തുടക്കം മുതൽക്കേ അറ്റാക്ക് ചെയ്ത് ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഒരു മേൽക്കൈ കൊടുക്കുന്നു. പവർ പ്ലേ മൊത്തം അയാൾ നിന്നാൽ തന്നെ കുറച്ച് റൺസ് കയറും. ഇനി ചക്രവർത്തിയാണെങ്കിൽ അയാൾക്ക് മുന്നിൽ കോൺഫിഡൻസോടെ ബാറ്റ് ചെയ്യുന്ന ഒരാളെപ്പോലും കണ്ടിട്ടില്ല. റാങ്കിങ് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഇയാൾക്ക് ശേഷം 2ാം നമ്പറിലുള്ള ആളുടെ റേറ്റിംഗ് ഇയാളേക്കാൾ 100ഓളം കുറവാണെന്ന് മനസ്സിലാകും. ODIയും കളിക്കേണ്ട പ്ലെയറാണ് അയാൾ. ഇനിയുള്ള പോസിറ്റീവാണ് ഹാർദിക് പാണ്ഡ്യ. അയാൾ ടീമിന് കൊടുക്കുന്ന ബാലൻസ് ചെറുതൊന്നുമല്ല. ബാറ്റിങ്ങിൽ വെടിക്കെട്ട്, ബോളിങ്ങിൽ ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് ത്രൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ 2ഉം അയാൾ ഡെലിവറി ചെയ്തിരിക്കും. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ശിവൻ ദുബെ. അക്സർ പട്ടേൽ പോലുള്ള ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യവും ഇന്ത്യൻ ടീമിൻ്റെ ഡെപ്ത് കൂട്ടുന്നു. ടോപ്പ് ഓർഡറിലെ ബാക്കിയുള്ളവർ ഇച്ചിരി കൺസേൺ ആണെങ്കിലും അവർ തിരിച്ചു വരുമെന്നതിൽ സംശയമില്ല. സഞ്ജു ആയാലും ഇഷാനായാലും അതിന് കേപ്പബിളായിട്ടുള്ള താരങ്ങൾ തന്നെയാണ്. റിങ്കു ഫിനിഷിങ്ങിലേക്ക് വന്നതും പോസിറ്റീവ് തന്നെയാണ്. ഇന്ത്യക്കിനി പ്രശ്നം വരുന്നത് വളരെ കുറച്ച് മേഖലകളിൽ മാത്രമാണ്. അതിലൊന്നാമത്തത് സൂര്യയുടെ ഫോം ഔട്ട് തന്നെയാണ്. 2022-23 കണ്ട സൂര്യയുടെ നിഴലിൽ പോലും അയാളില്ല ഇപ്പോൾ. എല്ലാ ബോളും ലെഗ് സൈഡിൽ കളിക്കണം എന്നൊരു പിടിവാശി ഉള്ള പോലെയാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് അയാൾ വലിച്ചെറിയുകയാണ് പലപ്പോഴും. പിന്നെയൊരു കൺസേൺ ബോളിംഗ് ആണ്. അർഷദീപ് മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബുംറ തൻ്റെ ആവറേജ് പെർഫോമൻസ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അയാളുടെ ക്ലാസ്സിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ തിരിച്ചു വരുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ബാക്കി ടീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഏറെക്കുറെ മുന്നിൽ തന്നെയാണ്. അതിനാൽ തന്നെ ഈ വർഷവും വേൾഡ് കപ്പ് തൂക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.